തിരുവനന്തപുരത്ത് ആനയുടെ ആക്രമണത്തിൽ പാപ്പാന് ഗുരുതര പരിക്ക്. നരുവാമൂട് മുക്കത്ത് തടിൻകായി കൊണ്ടുവന്ന ആനയാണ് രണ്ടാം ഇതിനെ കുത്തിയത്. ആനയ്ക്ക് തീറ്റ നൽകാനെത്തിയപ്പോഴായിരുന്നു ആക്രമണം. അരുൺ സോളമൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, എന്തായാലും ഈ ആനയെ തളയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പരിക്കേറ്റ പാപ്പാന്റെ ആരോഗ്യനില എന്താണ് അരുൺ സോളമൻ? ശ്രീജിത്ത്, കീർത്തന, ഇന്ന് 9:30 മണിയോടുകൂടിയാണ് ഈ രാത്രി ഈ മൊയ്തീൻ എന്ന് പറയുന്ന രണ്ടാം പാപ്പാൻ ഈ ആനയ്ക്ക് തീറ്റ കൊടുക്കാൻ വരുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ബാലരാമപുരം ഈ കാരക്കാമണ്ഡപം സ്വദേശിയായിട്ടുള്ള സജിമോന്റെ മില്ലിൽ പണിയെടുത്തിരുന്ന ഈ ഉണ്ണിക്കുട്ടൻ എന്ന ശ്യാം എന്ന ആനയാണ് ഇത്തരത്തിൽ ഇന്ന് വൈകിട്ടോടുകൂടി ഇടഞ്ഞത്. പെട്ടെന്ന് ഉള്ള ഒരു പ്രകോപനമായിരുന്നു എന്നുള്ളതാണ് നിലവിൽ ഈ സംഭവ സ്ഥലത്ത് എത്തിയപ്പോൾ അറിയാൻ സാധിച്ചത്. കഴിഞ്ഞ 4 മാസത്തോളം മതപ്പാട് കാരണം ഈ പറമ്പിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ശാന്തമായിട്ടാണ് പെരുമാറിയെന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിച്ചത്. എന്താണ് ഈ പെട്ടെന്നുള്ള ഈ പ്രകോപനത്തിന് കാരണമെന്ന് നിലവിൽ അറിയാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഈ രണ്ടാം പാപ്പാൻ മൊയ്തീൻ തമിഴ്നാട് സ്വദേശിയാണ്. 55 വയസ്സ് പ്രായമുണ്ട് അദ്ദേഹത്തിന്. നിലവിൽ ഈ പരിക്കേറ്റതിന് പിന്നാലെ അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ആംബുലൻസ് വരുന്നതിന് മുൻപ് തന്നെ സ്വകാര്യ വാഹനത്തിലായിരുന്നു മൊയ്തീനെ ഈ സംഭവ സ്ഥലത്ത് നിന്നും കൊണ്ടുപോയത്. ഈ പിടിയാന ആണ്, മോഴ ആനയാണെന്നുള്ളതാണ് നിലവിൽ ഈ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും ഈ ഭക്ഷണം നൽകുന്ന സമയത്ത് ഈ തുമ്പിക്കൈ ഉപയോഗിച്ച് ചുഴറ്റി എറിയുകയും പിന്നാലെ ഈ തേറ്റപ്പള്ളി ഉപയോഗിച്ച് ആഴത്തിൽ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ എന്താണ് ഈ സംഭവത്തിന് കാരണമെന്ന് നിലവിൽ ഈ ഉടമയായിട്ടുള്ള സജിമോനും അറിയില്ല. നിലവിൽ ഈ മില്ലിലെ പണികൾക്കും അതുപോലെ തന്നെ ക്ഷേത്രത്തിലൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. കഴിഞ്ഞ 4 മാസമായി മതപ്പാട് കാരണമാണ് ഈ പറമ്പിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. എന്തായാലും വലിയ പരിക്കുകളൊന്നും തന്നെ ഇല്ല. എന്തായാലും നിസ്സാര പരിക്കുകളോടുകൂടിയാണ് ഈ മൊയ്തീനെ ഈ സംഭവ സ്ഥലത്ത് നിന്നും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതെന്നുള്ളതാണ് നിലവിൽ ഇവിടെ നിന്നും ലഭിച്ചിട്ടുള്ള വിവരം. വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. ശരി, ആനയെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ തീറ്റ നൽകാനെത്തിയതാണ് പാപ്പാൻ. ആ ഘട്ടത്തിലാണ് പാപ്പാന് നേരെ ആനയുടെ ആക്രമണം ഉണ്ടായത്. അരുൺ സോളമൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുക.